ഹായ് ഓൾ, എല്ലാവർക്കും കൺസെപ്റ്റ് വൈസ് ലേണിംഗ് ഹബിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ UGC നെറ്റ് പേപ്പർ 1 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയ ടീച്ചിങ് മെത്തേഡ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ആണ് കവർ ചെയ്യുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് ടീച്ചിങ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. ടീച്ചിങ് മെത്തേഡ് എന്നാൽ സ്റ്റുഡൻസിന് നോളജ് എഫക്റ്റീവായിട്ട് കൊടുക്കാൻ ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ടെക്നിക്കാണ്. ഒരു ടീച്ചറും ഒരു മെത്തേഡ് മാത്രമല്ല യൂസ് ചെയ്യാറ്. മെത്തേഡ്സ് അവർ പല ഫാക്ടർ അടിസ്ഥാനത്തിൽ അവർ ചൂസ് ചെയ്യും. എന്തൊക്കെ ആണ് ആ ഫാക്ടേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് അനുസരിച്ച്, സബ്ജക്റ്റിൻ്റെ നേച്ചർ, സ്റ്റുഡൻസ് ലെവൽ, അവൈലബിൾ റിസോഴ്സ്. ഹയർ എഡ്യൂക്കേഷനിൽ ടീച്ചിങ്ങിൻ്റെ മെയിൻ ഗോൾ ഇൻഫോർമേഷൻ കൊടുക്കുക മാത്രമല്ല, സ്റ്റുഡൻസിനെ ക്രിട്ടിക്കൽ തിങ്കിങ്, റിസർച്ച് ഓറിയൻറ്റേഷൻ, ക്രിയേറ്റിവിറ്റി, ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ തുടങ്ങിയവ ഡെവലപ്പ് ചെയ്യുന്ന എന്നുള്ള ഒരു ലക്ഷ്യവും കൂടി അതിൽ ഉണ്ട്. ഫസ്റ്റ് ടോപ്പിക് എന്താണ്? ടീച്ചർ സെൻറ്റേഡ് മെത്തേഡ് അല്ലേ. ടീച്ചർ സെൻറ്റേഡ് മെത്തേഡിൽ ടീച്ചറിലാണ് ക്ലാസ്സിൻ്റെ സെൻറ്റർ അല്ലേ. ടീച്ചർ അവിടെ ആക്റ്റീവായിട്ട് ആക്ട് ചെയ്യുന്നു, അവിടെ സ്റ്റുഡൻസ് എന്താണ് പാസീവായിട്ടാണ് ആക്ട് ചെയ്യാറ് അല്ലേ. ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, സ്റ്റുഡൻസ് മെയിൻലി എന്താണ് കേൾക്കുന്നു, അവർ നോട്ട്സ് എടുക്കുന്നു. അതിൽ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഫസ്റ്റ് മെത്തേഡ് എന്താണ്? ലെക്ചർ മെത്തേഡാണ് അല്ലേ. അത് ലാർജ് ക്ലാസ് റൂമിൽ ഒരു ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ലെക്ചർ മെത്തേഡ് അല്ലേ. അവിടെ എന്താണ് ലെക്ചേഴ്സ് എന്താണ് ടീച്ചേഴ്സ് നോട്ട്സ് അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്നു, കുട്ടികൾ എന്ത് ചെയ്യുന്നു നോട്ട്സ് എഴുതിയെടുക്കുന്നു. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ടൈമിൽ നമുക്ക് കൂടുതൽ എന്താണ് സ്റ്റുഡൻസിനെ നമുക്ക് പഠിപ്പിക്കാൻ കഴിയും ഈ ലെക്ചർ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട്. ലിമിറ്റേഷൻ എന്ന് വെച്ചാൽ അവിടെ സ്റ്റുഡൻസിന് എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു പാസീവ് ആയിട്ടുള്ള റോളേ ഉള്ളൂ, ഇൻട്രാക്ഷനും അവിടെ എന്താണ് സ്റ്റുഡൻസിന് ഇല്ല. അവിടെ മെയിൻ റോൾ ആർക്കാണ്? ടീച്ചറിനാണ് മെയിൻ റോൾ. നെക്സ്റ്റ് ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് അല്ലേ. അപ്പോൾ ടീച്ചർ എന്താണ് ചെയ്യുന്നത്? ലൈവായിട്ട് ക്ലാസ്സിൽ എക്സ്പെരിമെൻറ്റ്സ് ചെയ്ത് പ്രാക്ടിക്കൽ സ്കിൽസ് ചെയ്താണ് അവരെ എന്ത് ചെയ്യുന്നത് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അത് കൂടുതൽ കുട്ടികൾക്ക് എന്ത് ചെയ്യും കൺസെപ്റ്റ്സ് മനസ്സിലാക്കാൻ അവർക്ക് കൂടുതലും സഹായിക്കും. പെട്ടെന്ന് തന്നെ അവർക്ക് എന്താണ് കുറച്ച് വിഷ്വലി കാണുമ്പോൾ അത് കുറച്ചും കൂടെ എന്താണ് പെട്ടെന്ന് തന്നെ അവർ മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് ഇസ് ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ കോച്ചിങ് അല്ലേ. നമ്മളിപ്പം ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മൾ ട്യൂഷൻ സെൻറ്റേഴ്സ് ഒക്കെ കേട്ടിട്ടുണ്ട്, കോച്ചിങ് സെൻറ്റേഴ്സ്. എന്താണ് അവിടെ? ഒരു ഇൻഡിവിജ്വൽ കെയർ ആണ് അല്ലേ. ഒരു സ്മോൾ ഗ്രൂപ്പിൽ അവർ ഇൻഡിവിജ്വൽ കെയർ തന്നെ നമുക്ക് ഈച്ച് പേഴ്സണിൽ നമുക്ക് എന്ത് ചെയ്യാം, അവർ സ്പെഷ്യൽ ക്ലാസ് എടുത്ത് എന്ത് ചെയ്യും നമുക്ക് കൺസെപ്റ്റ്സ് ക്ലിയർ ചെയ്ത് തരും. അതാണ് ഈ ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ കോച്ചിങ് സെൻറ്റേഴ്സ് ചെയ്യുന്നത്. അത് പക്ഷെ അവിടെ എന്താണ് അതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ് അല്ലേ. കാരണം ഇൻഡിവിജ്വൽസിനാണ്, അതുകൊണ്ട് തന്നെ അവിടെ ടൈം കൺസ്യൂമിങ് ആണ്. പക്ഷേ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഒരു കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവാത്ത ഓരോ ലേണേഴ്സ് ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് സ്ലോ ലേണേഴ്സിന് എന്താവാൻ പറ്റും, കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു കെയർ കിട്ടാനും അത് കുറച്ചും കൂടെ കൺസെപ്റ്റ്സ് മനസ്സിലാക്കാനും ഈ ഒരു ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ കോച്ചിങ് മെത്തേഡ്സ് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ലേണർ സെൻറ്റേർഡ് മെത്തേഡ് അല്ലേ. അപ്പോൾ അതിലും ഈ വേർഡിൽ തന്നെ ഉണ്ട് ലേണർ. ഇവിടെ ലേണറിനാണ് ആക്റ്റീവ് റോള്. ടീച്ചേഴ്സ് ആരാണ്? ഒരു ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ ഗൈഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇതാണ് ഒരു മോഡേൺ അപ്രോച്ചാണ്. പക്ഷേ ഇത് ഒരിക്കലും ഈ ലേണർ സെൻറ്റർ കുഞ്ഞു ക്ലാസ്സിലൊന്നും പറ്റത്തില്ല. പക്ഷേ ഒരു ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ലെവലിലോട്ട് പോകുമ്പോഴാണ് ഈ മെത്തേഡ് എന്താണ് കൂടുതൽ യൂസ്ഫുൾ. ഇവിടെ നമ്മൾ എന്തൊക്കെ മെത്തേഡാണ്? ഒന്ന് ഡിസ്കഷൻ മെത്തേഡ് അല്ലേ. നമ്മളൊരു ടോപ്പിക് കൊടുത്തിട്ട് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഐഡിയാസും അവർ എന്താണ് കുറച്ച് റിസർച്ചൊക്കെ ചെയ്ത് കണ്ടുപിടിക്കുന്നതും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. അപ്പോൾ പല പിള്ളേരുടെ ഐഡിയാസ് വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അവർ കുറച്ചും കൂടെ കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കാൻ അവരെ അത് സഹായിക്കും. പ്രോജക്റ്റ് ബേസ്ഡ് ലേണിംഗ് അല്ലേ. നമ്മൾ എന്തെങ്കിലും പ്രോജക്റ്റ് കൊടുക്കും, അപ്പോൾ അവർ പ്രോജക്റ്റ് ചെയ്ത് പഠിക്കുകയാണ് അല്ലേ. ആ പ്രോജക്റ്റ് അവർ തനിയെ തന്നെ എക്സ്പെരിമെൻ്റ് ചെയ്ത് എല്ലാം കണ്ടുപിടിച്ച് റിസർച്ച് നടത്തിയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് റിയൽ വേൾഡിലെ സിറ്റുവേഷൻസ് അവർ മനസ്സിലാക്കാനും അവരുടെ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യാനും കുറച്ചും കൂടെ എന്താണ് അവർ ആ വർക്കിലോട്ട് ഒറിജിനൽ എന്താണ് ഒരു വർക്ക് സെൻറ്ററിൽ നടക്കുന്ന അതുമായിട്ടാണ് അവരെന്ത് ചെയ്യുന്നത് ലിങ്ക് ചെയ്യുന്നത് അല്ലേ. അവിടെ പ്രോജക്റ്റ് ബേസ്ഡ് ലേണിംഗ് അവർ ചെയ്താണ് അവിടെ പഠിക്കുന്നത്. നെക്സ്റ്റ് ഇസ് കേസ് സ്റ്റഡി മെത്തേഡ് അല്ലേ. എന്തെങ്കിലും ഒരു കേസ് അവർ കൊടുക്കും അനലൈസ് ചെയ്യാൻ, എന്നിട്ട് അവർ ആ കേസിനെ കുറിച്ച് പഠിച്ചിട്ട് എന്ത് ചെയ്യും, അവർ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നൊക്കെ അവർ തനിയെ തന്നെ ഹൈപ്പോത്തറ്റിക്കലൊക്കെ വെച്ച് സിറ്റുവേഷൻസ് ഒക്കെ വെച്ച് അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ച് അവരൊരു സൊല്യൂഷനിൽ എത്തും. അതാണ് കേസ് സ്റ്റഡി മെത്തേഡ്. നെക്സ്റ്റ് ഇസ് പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ്. അതായത് ഒരു പ്രോബ്ലം അവർക്ക് കൊടുക്കും, എന്നിട്ട് അവർ എടുത്ത് പറയും ഇതിന് ഒരു സൊല്യൂഷൻ ഞങ്ങൾ കണ്ടുപിടിക്കണം എന്ന് പറയും. അപ്പോൾ അവരെന്ത് ചെയ്യും, കുറേ അവരുടെ ഐഡിയാസും ആ ഒരു ഗ്രൂപ്പിൻ്റെ ഐഡിയാസൊക്കെ വെച്ച് റിസർച്ച് ചെയ്ത് എന്ത് ചെയ്യും, അവരെങ്ങനെ ആ പ്രോബ്ലം സോൾവ് ചെയ്യാമെന്ന്
എന്താണ് കണ്ടെത്തും. അതിലൂടെ അവർ എന്താണ് കുറേ ലേണിംഗ് അവർ നടത്തുവാണ് അല്ലേ, കുറേ റിസർച്ച് വഴിയും ഓരോ കുറേ നമ്മുടെ എക്സ്പെരിമെൻറ്റ്സ് വഴിയും ഒക്കെ എന്താണ് അവരവിടെ ലേണിംഗ് ചെയ്യുവാണ്. ഇതാണ് എന്താണ് ലേണേഴ്സ് സെൻറ്റർ മെത്തേഡിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ലേണിംഗ് സെൻറ്റർ മെത്തേഡ്സ്. ടീച്ചർ സെൻറ്റർഡ് വേഴ്സസ് ലേണർ സെൻറ്റർഡ് ഒരു കമ്പാരിസൺ ആണ്. അപ്പോൾ ടീച്ചർ സെൻറ്റർഡിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ടീച്ചറാണ്. അപ്പോൾ ലേണർ സ്റ്റൈലിൽ എന്താണ് അവിടെ ലേണർ എന്ന് പറയുന്നത് പാസീവാണ്. ടീച്ചർ അവിടെ ഒരു നോളജ് ഗിവർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. നെക്സ്റ്റ് ഇസ് ലേണർ സെൻറ്റർ. ലേണർ സെൻറ്ററിൻ്റെ സെൻട്രൽ മെയിൻ പോയിന്റ് ആരാണ് അവിടെ ആക്ട് ചെയ്യുന്നത്? സ്റ്റുഡൻസ് ആണ്. സ്റ്റുഡൻസ് ലേണേഴ്സ് ഒരു ആക്റ്റീവ് റോളാണ് അവിടെ ഉള്ളത്. റോൾ ഓഫ് ടീച്ചറിൻ്റെ റോൾ എന്ന് പറയുന്നത് ഒരു ഫെസിലിറ്റേറ്റർ ആണ്. നെക്സ്റ്റ് ഓഫ്ലൈൻ ഓർ ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡ്സ്. ഓഫ്ലൈൻ എന്നാൽ ഫേസ് ടു ഫേസ് ക്ലാസ് റൂം ടീച്ചിങ് ആണ്. ഫോർ എക്സാമ്പിൾ ലെക്ചർ, സെമിനാർസ്, ട്യൂട്ടോറിയൽ, വർക്ക്ഷോപ്പ്, ഫീൽഡ് വിസിറ്റ്, ലബോറട്ടറി വർക്ക് എക്സെട്ര. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സും സ്റ്റുഡൻസും ഡയറക്റ്റായിട്ട് അവിടെ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവും. ഇമ്മീഡിയറ്റ് ആയിട്ട് ഫീഡ്ബാക്ക് നമുക്ക് ലഭിക്കും. നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിൽ. ഇതിൻ്റെ മേജർ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ടൈമിലാണ് ഇത് നമ്മൾ ഹാപ്പൻ ചെയ്യുന്നത്. ഒരു പ്ലേസിലും അവിടെ എന്താണ് ഒരു ടൈമും പ്ലേസും ഫിക്സഡ് ആയിരിക്കും. റിമോട്ട് ലേണേഴ്സിന് അത് ഒരു വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും. ടീച്ചർ സെൻറ്റേർഡും ആകാൻ ഇത് കൂടുതലും ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഓൺലൈൻ ടീച്ചിങ് മെത്തേഡ്സ്. ഓൺലൈൻ ടീച്ചിങ് ഹയർ എഡ്യൂക്കേഷനിൽ വലിയ ഒരു മാറ്റം കൊണ്ടുവന്ന ഒരു ടീച്ചിങ് മെത്തേഡാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ് ഫ്ലെക്സിബിലിറ്റി ആണ്. സ്റ്റുഡൻസിന് എവിടെ നിന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പഠിക്കാൻ കഴിയും. ഓൺലൈൻ ടീച്ചിങ് 2 ടൈപ്പാണുള്ളത്: സിങ്ക്രോണമസ് ലേണിംഗ് ആൻഡ് അസിങ്ക്രോണമസ് ലേണിംഗ്. സിങ്ക്രോണമസ് ലേണിംഗ് എന്ന് വെച്ചാൽ ലൈവ് ക്ലാസ്സസ് ആണ്. ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒരേ സമയം ഓൺലൈനിൽ കണക്ട് ചെയ്യുന്നു. എക്സാമ്പിൾ സൂം, ഗൂഗിൾ മീറ്റ്, മൈക്രോസോഫ്റ്റ് ടീംസ് എക്സെട്ര. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന് ഡൗട്ട്സ് അപ്പോൾ തന്നെ അവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക്സ് ലഭിക്കും. ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒരു ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ഇവിടെ ഉണ്ടാകും. നെക്സ്റ്റ് ഇസ് അസിങ്ക്രോണമസ് ലേണിംഗ്. അസിങ്ക്രോണമസ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിൻ്റെ കൺവീനിയൻസ് അനുസരിച്ച് പഠിക്കുന്ന മെത്തേഡാണ്. ഇവിടെ ലൈവ് ക്ലാസ് അല്ല, സ്റ്റുഡൻസിന് എപ്പോൾ വേണമെങ്കിലും കോഴ്സസ് അസസ് ചെയ്യാം. ഇപ്പം നമ്മുടെ യൂട്യൂബ് ലെക്ചേഴ്സും ഒരു ടൈപ്പ് ഓഫ് അസിങ്ക്രോണമസ് ലേണിംഗ് ആണ് അല്ലേ. അതായത് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്തല്ല നിങ്ങൾ അതെന്ത് ചെയ്യുന്നു, ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് അല്ലേ. ഫോർ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് പ്രീ റെക്കോർഡഡ് വീഡിയോസ്, ഡിസ്കഷൻ ഫോറംസ്, ഓൺലൈൻ കോഴ്സസ്. ഇത് വർക്കിംഗ് പ്രൊഫഷണൽസും ഡിസ്റ്റൻസ് ലേണേഴ്സിനും വളരെ യൂസ്ഫുൾ ആണ്. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ടൈമിംഗ് ആണ്, വൈഡ് അക്സസിബിലിറ്റി ഉണ്ടാവും, ഇതിൽ മൾട്ടിമീഡിയ ലേണിംഗ് ഉണ്ടാവും, സെൽഫ് ബേസ്ഡ് ലേണിംഗ് ആണിത്. ഇതിൻ്റെ ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റുഡൻസിനും ഇൻ്റർനെറ്റ് അക്സസ് ഉണ്ടാകുന്നും ഇല്ല. അപ്പോൾ ആ ഇല്ലാത്തവർക്ക് ഇതിൻ്റെ ഒരു അക്സസ് വളരെ കുറവായിരിക്കും. ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ അവിടെ ഉണ്ടാവില്ല. സ്റ്റുഡൻസ് പെട്ടെന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം തന്നെ അവർക്ക് ക്ലിയർ ചെയ്യാൻ അത് സാധിക്കില്ല. ഒരു സ്റ്റുഡൻസ് സെൽഫ് ഡിസിപ്ലിൻ ആയിരിക്കണമെന്നും ഇല്ല അല്ലേ. ലൈവ് ക്ലാസ്സിലാവുമ്പോൾ അവർക്കത് കാണാം, ടീച്ചേഴ്സിന് അവരെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റുഡൻസിന് ഒരു നല്ലൊരു വിൽ പവർ ഉള്ളവർക്ക് മാത്രമേ ഇങ്ങനത്തെ ക്ലാസ്സസ് കൂടുതലും യോജിക്കത്തുള്ളൂ. നെക്സ്റ്റ് സ്വയം എന്താണെന്ന് നമുക്ക് നോക്കാം. സ്വയത്തിൻ്റെ ഫുൾ ഫോം സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ് എന്നാണ്. അപ്പോൾ സ്വയം എന്നാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്ത നാഷണൽ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇത് 2017 MHRD ലോഞ്ച് ചെയ്തതാണ്. സ്കൂൾ ലെവലിൽ മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവൽ വരെയുള്ള ഓൺലൈൻ കോഴ്സസ് ഇവിടെ അവൈലബിൾ ആണ്. സ്വയത്തിൽ സ്റ്റുഡൻസിന് ലഭിക്കുന്നത് വീഡിയോ ലെക്ചേഴ്സ്, റീഡിംഗ് മെറ്റീരിയൽസ്, ക്വിസസ്, ഡിസ്കഷൻസ്, അസൈൻമെൻറ്റ്സ് എന്നിവ ലഭിക്കും. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു സ്മോൾ ഫീസ് അവർ അടച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിനേഷന് അറ്റൻഡ് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് ലഭിക്കും. സ്വയം കോഴ്സ് ഡെവലപ്പ് ചെയ്തത് UGC, NPTEL, IGNOU, NCERT, IITS, IIMS പോലുള്ള റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. നെക്സ്റ്റ് ടോപ്പിക് സ്വയംപ്രഭ. പല സ്റ്റുഡൻസിനും സ്വയംപ്രഭവും കൺഫ്യൂസ് ആവും. അപ്പോൾ അതുകൊണ്ട് നമുക്കത് നന്നായിട്ട് തന്നെ മനസ്സിലാക്കാം. സ്വയംപ്രഭ എന്നാൽ ഒരു സാറ്റലൈറ്റ് ബേസ്ഡ് എഡ്യൂക്കേഷണൽ TV ചാനലാണ്. ഇത് 24/7 എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു.
ഇന്റർനെറ്റ് ഇല്ലാത്ത സ്റ്റുഡൻസിന് എഡ്യൂക്കേഷൻ റീച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഇനിഷ്യേറ്റീവ്സ് ഗവൺമെൻറ് കൊണ്ടുവന്നത്. എസ്പെഷ്യലി റിമോട്ട് ഏരിയസിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഹയർ എഡ്യൂക്കേഷൻ, സ്കൂൾ എഡ്യൂക്കേഷൻ, വൊക്കേഷണൽ കോഴ്സസ് എല്ലാം ഈ പ്ലാറ്റ്ഫോം കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാം, സ്വയം എന്ന് പറഞ്ഞാൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. സ്വയം പ്രഭ എന്ന് പറഞ്ഞാൽ ഒരു DTH ടെലിവിഷൻ ചാനലാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് MOOCs, അതായത് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്. നെയിമിൽ തന്നെ കൺസെപ്റ്റ്സ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. മാസീവ്, വളരെയധികം ലേണേഴ്സിനെ ഒരുമിച്ച് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് MOOCs. ഓപ്പണിൻ്റെ അർത്ഥം എന്താണ്? അവിടെ എൻട്രി റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല, ആർക്ക് വേണമെങ്കിലും ഇവിടെ ജോയിൻ ചെയ്യാം. ഓൺലൈൻ എന്ന് വെച്ചാൽ ഇവിടെ എന്താണ്? ഇൻ്റർനെറ്റ് വഴിയാണ് കംപ്ലീറ്റ് കോഴ്സും പഠിപ്പിക്കുന്നത്. നെക്സ്റ്റ് കോഴ്സസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്ട്രക്ചേർഡ് ലേണിംഗ് പ്രോഗ്രാം ആണ്. അപ്പം എന്താണ് MOOCs മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ നോ എൻട്രി റെസ്ട്രിക്ഷൻ അല്ലേ, അവിടെ ആർക്ക് വേണമെങ്കിലും അവിടെ ജോയിൻ ചെയ്യാം, അവിടെ ഒരു എൻട്രി റെസ്ട്രിക്ഷനും ഇല്ല. മൾട്ടിമീഡിയ കണ്ടന്റ് അല്ലേ, അവിടെ വീഡിയോസും അനിമേറ്റഡ് വീഡിയോസും റീഡിംഗ് മെറ്റീരിയൽസും ഇൻറ്ററാക്റ്റീവ് ആക്ടിവിറ്റീസും എല്ലാം ലഭ്യമാണ്. ഓൺലൈൻ അസസ്മെൻറ്റ്സ്, അതായത് അസൈൻമെൻറ്റ്സ്, ഓൺലൈൻ ടെസ്റ്റ്, പിയർ ഇവാലുവേഷൻ, ഇതെല്ലാം എന്താണ്? ഓൺലൈനിൽ കൂടെയാണ് അവർ നടത്തുന്നത്. ലാസ്റ്റ് സർട്ടിഫിക്കേഷൻ, അവിടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സർട്ടിഫിക്കേഷൻ കിട്ടും. MOOCsൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അതിൽ സ്വയം വരും, coursera, edX, FutureLearn തുടങ്ങിയവയാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു കൺസെപ്റ്റ് വൈസ് ലേണിംഗ് ഹബ്. ക്ലിയർ കൺസെപ്റ്റ് ഫോർ സ്മാർട്ടർ സ്റ്റഡി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്.